എന്താ ശരിക്കും വി ഡി സതീശനുമായിട്ടുള്ള പ്രശ്നം? ഈ വിഷയം, ഈ വിവാദം കുത്തിപ്പൊക്കിയതിന് ഉത്തരവാദി വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ പക്വതയില്ലായ്മയാണ്. വി ഡി സതീശന്റെ ധിക്കാരവും അഹങ്കാരവുമാണ്. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട്, പിണറായി വിജയൻ പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് എനിക്കതിൽ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. SDPയുടെ സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്? ആരുമായിട്ടാ ഡീല്? എന്താണെന്നാ താങ്കൾ കരുതുന്നത്? വർഗീയവാദികളുടെ ഒരു വോട്ടും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്നോ? ജമാഅത്ത് ഇസ്ലാമി ആരുടെ കൂടെയാ? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്ത് വി ഡി സതീശനാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ജമാഅത്ത് ഇസ്ലാമിക്ക് കാപട്യങ്ങളുടെ രാജകുമാരനാണ്, നിലപാടിന്റെ രാജകുമാരനല്ല വി ഡി സതീശൻ. RV ബാബുവുമായിട്ട് സംവാദത്തിന് തയ്യാറല്ല, മറിച്ച് കുമ്മനം രാജശേഖരനോ അതുപോലുള്ള ആൾക്കാരായിട്ട് സംവദിക്കൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തെ മിത്രാനന്തപുരം കാര്യാലയത്തിൽ വന്നിരുന്നു എന്ന് അന്ന് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. വയലാർ രവി എളമക്കര കാര്യാലയത്തിൽ വന്നിട്ടുണ്ട് RSSന്റെ സഹായം തേടിയിട്ട്. അപ്പോൾ വി ഡി സതീശൻ്റെ ഈ അഭ്യർത്ഥന എനിക്ക് പുതുമയായിട്ട് തോന്നിയില്ല. കാരണം വി ഡി സതീശന് മുൻപ് വി ഡി സതീശൻ്റെ കാരണവന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സതീശൻ്റെ ഇത്തരം നിലപാടുകൾ, ക്ഷേത്രങ്ങളോടുള്ള നിലപാട്, ഈ പറയുന്ന മത തീവ്രവാദത്തോടുള്ള നിലപാട്, ഈ നിലപാടുകളൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതോടെ RSSുമായിട്ടുള്ള അകൽച്ച തുടങ്ങി. എൻ്റെ സ്ഥലം മുക്തിയാർ കൊടുത്തത് ക്യാൻസൽ ചെയ്തതിൻ്റെ കേസാണ് തട്ടിപ്പ് കേസ്. വി ഡി സതീശൻ പറയുന്നത് തട്ടിപ്പ് കേസ്. എൻ്റെ പേരിൽ ആ കേസുണ്ട്. ആ കേസിൻ്റെ സിവിൽ കേസ് നടന്നു. ആ സിവിൽ കേസിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു. മുസ്ലിം വോട്ട് കിട്ടണം. മുസ്ലിം വോട്ട് കിട്ടാൻ RSS തല്ലണം. എത്ര കഷ്ടമാണെന്ന് നോക്കൂ. ഈ നൂറ്റാണ്ടിലും സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന മത നേതൃത്വത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിന്ന് വിലപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന് വന്നു എന്ന് പറഞ്ഞാൽ എന്ത് കേരളമാണെന്ന് പറയുന്നത്? പ്രബുദ്ധ കേരളം. പൊതു സീറ്റ് മത്സരിക്കുന്നതിന് എതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിലപാടിൻ്റെ രാജകുമാരന്? ഇവിടെ ഒരാളും അവരുടെ ശക്തിയെ കുറയ്ക്കുന്ന തരത്തിലേക്ക് ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല. ഒരു ക്രോസ് വോട്ടിങ്ങിനും തയ്യാറാവില്ല. ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. RSS എല്ലാവരെയും ഒരേപോലെ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരുടെ ഒരേ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ തമ്മിലുള്ള ഡീലാണോ? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവാണ് ഇന്ന് മലയാളം ഡയലോഗ്സിൽ. സ്വാഗതം. നമസ്കാരം. എന്താ ശരിക്കും വി ഡി സതീശനുമായിട്ടുള്ള പ്രശ്നം? വി ഡി സതീശനുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് വി ഡി സതീശനുമായിട്ട് അങ്ങനെ ഒരു വ്യക്തിപരമായൊരു പ്രശ്നമില്ല. വി ഡി സതീശനായിട്ടുള്ള വിഷയം ഇപ്പോൾ ഈ ഒരു വിവാദപരമായ പ്രശ്നം ഉണ്ടായത് 2022 ആണ്. അത് KNA ഖാദർ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, കേസരിയുടെ ഒരു പരിപാടിയിൽ കോഴിക്കോട് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളന്ന് കേരളത്തിലുണ്ടായി. ഇപ്പോൾ KNA ഖാദർ പരിപാടിയിൽ പോയതിന് ഒരു തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് സതീശൻ അന്ന് സംസാരിച്ചത്. അപ്പോൾ ആ ചർച്ചകൾ വന്നപ്പോൾ ഈ RSSൻ്റെ ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഗുരു ഗോൾവൾക്കറിൻ്റെ പുസ്തകം ഞാൻ രണ്ടോ തവണ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു ഗോൾവൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് പുള്ളി ആവർത്തിച്ച് പലതവണ പറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് വസ്തുതാപരമായി ശരിയല്ലല്ലോ എന്നെനിക്ക് തോന്നി. അപ്പോൾ അത് എന്തോ ഒരു അഭിമാനകരമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ വസ്തുതാപരമായി പൊതുസമൂഹത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു വാർത്ത പറയുന്നത് തെറ്റാണ് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ 2006 ശ്രീ വി ഡി സതീശൻ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലകമായിട്ടുള്ള ഗുരുജി ഗോൾവൾക്കറിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് RSS സംഘടിപ്പിച്ച ഒരു സെമിനാർ, സംവാദം, മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വന്നത് വി ഡി സതീശനായിരുന്നു. അപ്പോൾ വി ഡി സതീശൻ പങ്കെടുത്ത ആ പരിപാടിയുടെ ഫോട്ടോ അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് പിന്നീടൊരു വിവാദമായിട്ടൊക്കെ മാറിയത്. വി ഡി സതീശനുമായിട്ട് അതല്ലാത്ത പ്രശ്നം തികച്ചും ആശയപരമാണ്. വി ഡി സതീശനെ വ്യക്തിപരമായിട്ട് നമ്മൾ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരിക്കലും പോയിട്ടില്ല. അത് വി ഡി സതീശൻ 2013 മുതലുള്ള വി ഡി സതീശൻ്റെ നേച്ചർ മാറി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം. അതുവരെ വി ഡി സതീശൻ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ വിമർശിച്ചുകൊണ്ടൊരു വി ഡി സതീശനെ ഞങ്ങൾ കണ്ടിട്ടില്ല.
2006 2001 ഒക്കെ ഒരുപാട് ഹൈന്ദവ പരിപാടികളുമായിട്ട് സഹകരിക്കുകയും വരികയൊക്കെ ചെയ്തിട്ടുള്ളൊരു വി ഡി സതീശനാണ്. എന്നാൽ 2013 വി ഡി സതീശൻ വളരെ ശക്തമായിട്ട് സംഘപ്രസ്ഥാനങ്ങളെ, ഹിന്ദു പ്രസ്ഥാനങ്ങളെ വിമർശിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ സാധിക്കും. അപ്പം അത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് വി ഡി സതീശൻ നിയമസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു നരേറ്റീവ് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വി ഡി സതീശൻ ഒരു ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ശിവകുമാർ മറുപടി പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ സംഘപരിവാർ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന ദുഷ്പ്രചരണം നടത്തുന്നു, വർഗീയ പ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് എതിർത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയം മുതൽ വി ഡി സതീശനുമായിട്ട് ആശയപരമായ സമരം ഞങ്ങൾ ആരംഭിച്ചു. വി ഡി സതീശനെ ഞങ്ങൾ വെല്ലുവിളിച്ചു. അന്നും വി ഡി സതീശനോടുള്ള ആ വെല്ലുവിളി നടത്തിയത് ഞാനാണ്. വി ഡി സതീശനെ പരസ്യമായ സംവാദത്തിന് ക്ഷണിച്ചു. പക്ഷേ RV ബാബുവുമായിട്ട് സംവാദത്തിന് തയ്യാറല്ല, മറിച്ച് കുമ്മനം രാജശേഖരനോ അതുപോലുള്ള ആൾക്കാരായിട്ട് സംവദിക്കൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ യഥാർത്ഥത്തിൽ വി ഡി സതീശനുമായിട്ടുള്ള സമരമുണ്ട്. അത് തികച്ചും ആശയപരമാണ്, പ്രശ്നങ്ങളെ അധിഷ്ഠിതമാക്കിയാണ്. അതല്ലാതെ വ്യക്തിപരമായ ഒരു വിരോധവും വി ഡി സതീശനോട് എനിക്കില്ല. രണ്ടുപേരും പറവൂരുകാരാണ്, സ്വാഭാവികമായിട്ടും അല്ലേ? ആ ഒരു ചെറിയ ഒരു ഏതെങ്കിലുമൊക്കെ ഘട്ടം നമ്മൾ പണ്ടേ അറിയുന്ന ആളുകളായിരിക്കുമല്ലോ പരസ്പരം. വി ഡി സതീശനുമായിട്ട് ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. ഇതിനു മുൻപ് പല വ്യക്തിബന്ധവും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പരസ്പരം. എനിക്ക് തോന്നുന്നു 1-2 പരിപാടികളിൽ ഞങ്ങൾ ഒരേ വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് മൂകാംബി ക്ഷേത്രമാണ്. മൂകാംബി ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വി ഡി സതീശനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. എൻ്റെ പ്രസംഗം കഴിയുന്നതുവരെ വി ഡി സതീശൻ ഇരുന്നിരുന്നു. പല സന്ദർഭങ്ങളിലും വി ഡി സതീശനുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അതും പ്രശ്നം വ്യക്തിപരമായ സൗഹാർദ്ദം എന്നുള്ളതൊരു വിഷയമാണ്. പക്ഷേ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ആദർശത്തിൻ്റെ ഒരു അഴിവുമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വ്യാജ നിർമ്മിതി വി ഡി സതീശൻ അവനവനെക്കുറിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നരേറ്റീവാണ് വി ഡി സതീശൻ ഉണ്ടാക്കിയത്. അത് തികച്ചും ഒരു വ്യാജ നിർമ്മിതിയാണ് എന്ന ആ വ്യാജ ബിംബത്തെ പൊളിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അനിവാര്യമായി തീർന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വന്നത്. താങ്കൾ ആരോപിക്കുന്നത് 2001 2006 തെരഞ്ഞെടുപ്പുകളിൽ RSS നേതാക്കളുടെ സഹായം വി ഡി സതീശൻ തേടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പറയാൻ ഇത്രയും വൈകിയത്? ഒരു കാലതാമസം എന്തായിരുന്നു? നോക്കൂ, ഈ വി ഡി സതീശൻ മാത്രമല്ല, കേരളത്തിലെ ഞാൻ ഈ വിഷയം ഇതിനു മുൻപും നമ്മുടെ ചാനൽ ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരു 5 വർഷം മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ ഈ RSSുമായിട്ടുള്ള സഹകരണത്തെ സംബന്ധിച്ച് ദേശാഭിമാനിയുടെ ലേഖനം എഴുതി. അത് വലിയ വിവാദമായി. RSSും കോൺഗ്രസും തമ്മിലുള്ള സഹകരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലേഖനമായിരുന്നു അത്. അപ്പോൾ അന്ന് ഏഷ്യാനെറ്റ് ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSൻ്റെ സഹകരണം തേടിയിട്ടുണ്ട്. ഞാൻ അന്ന് ഉദാഹരിച്ചത് കഴക്കൂട്ടത്ത് MV രാഘവൻ മത്സരിക്കുകയുണ്ടായി. MV രാഘവൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന സമയത്ത് CPMഉം MV രാഘവനും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ കഴക്കൂട്ടത്ത് MV രാഘവൻ മത്സരിച്ചപ്പോൾ കഴക്കൂട്ടത്ത് MV രാഘവനെ പരാജയപ്പെടുത്തണം എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ട് അതിന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തെ മിത്രാനന്തപുരം കാര്യാലയത്തിൽ വന്നിരുന്നു എന്ന് അന്ന് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം, ഇപ്പോൾ വയലാർ, അന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, വയലാർ രവി എളമക്കര കാര്യാലയത്തിൽ വന്നിട്ടുണ്ട് RSSൻ്റെ സഹായം തേടിയിട്ട്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഈ BJP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ സ്വന്തം അസ്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം സ്പേസ് ഉറപ്പിക്കുന്നതിന് മുൻപ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് RSSോ അല്ലെങ്കിൽ BJPയോ ഒരു ത്രട്ടായിട്ട് അവർക്ക് തോന്നിയിരുന്നില്ല. BJP ഇവരുടെയൊക്കെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയിട്ടാണ് BJPയെ ഭയപ്പെടേണ്ടതുണ്ട്, അകറ്റി നിർത്തേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ഇവർക്ക് വരികയും വലിയ ശത്രുത BJPയോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും ഒക്കെ ഇവർക്കുണ്ടായി. അതിനു മുൻപ് ഇവരൊക്കെ RSSുമായി പല സന്ദർഭങ്ങളിൽ സഹകരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ വി ഡി സതീശൻ്റെ ഈ അഭ്യർത്ഥന എനിക്ക് പുതുമയായിട്ട് തോന്നിയില്ല. കാരണം വി ഡി സതീശന് മുൻപ് വി ഡി സതീശൻ്റെ കാരണവന്മാർ ഇത് ചെയ്തിട്ടുണ്ട്, പഴയ ലീഡേഴ്സ് ഇത് ചെയ്തിട്ടുണ്ട് എത്രയോ വട്ടം. ഞാൻ പറയുന്നത് 91 കൊലീബി സഖ്യം എന്ന് പറയപ്പെടുന്ന സംഭവം മുസ്ലിം ലീഗല്ലേ BJP-യുമായിട്ട് ചേരാൻ തയ്യാറായത്? സത്യത്തിൽ ആലോചിച്ച് നോക്കിയേ. മുസ്ലിം ലീഗ്, ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, അതായത് വടകരയിൽ മാധവൻകുട്ടിയും ബേപ്പൂര് രത്നസിംഗും, അല്ലെങ്കിൽ വൈസ് വേഴ്സ, രണ്ടുപേരും അങ്ങോട്ടും നിന്നത് എങ്ങനെയാണ് അതെല്ലാവർക്കും അറിയാമല്ലോ. പഴയ മറ്റേ ഹേജിമാരാരുടെ ആത്മകഥ എഴുതിക്കൊണ്ട് കുഞ്ഞിക്കണ്ണൻ പഴയ പരീക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായം തന്നെ അതിനെക്കുറിച്ചിട്ടുള്ളതല്ലേ. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ അത്? അപ്പോൾ അങ്ങനെയുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ടെന്ന്. ആ സഹകരണം രാഷ്ട്രീയത്തിൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കാശ്മീരിൽ മുഫ്തി മുഹമ്മദുമായിട്ട് മറ്റേ മെഹബൂബ മുഫ്തിയായിട്ടുള്ള PDP-യുമായിട്ട് BJP സഖ്യം ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ടാണ് ഇതിൽ കൗതുകം തോന്നാതിരുന്നത്. ഇത് സംയുക്ത വിധായികൾ എന്ന് പറയും 960. പക്ഷെ നമുക്ക് പറയാം ഇപ്പം ജമാഅത്തുമായിട്ട് UDF-ന്റെ ഒരു ഒരുമിച്ച് പോക്ക്, ആ ഒരു ഘട്ടത്തിൽ പോലും താങ്കൾ അതിനെക്കുറിച്ചൊരു ഇങ്ങനൊരു RSS-മായി ചേർന്ന് പോകാനും ഒരു ശ്രമം നടത്തിയിരുന്നു എന്നൊരു എവിടെയും ഒരു പ്രസ്താവന പോലും കണ്ടില്ല. അല്ല, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യത്തെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും എതിർക്കുന്നു, അന്നും എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് തികച്ചും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടി ആ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുമ്പോൾ പോലും ഈ RSS-ന്റെ വിഷയം എന്തുകൊണ്ട് പറയാൻ മടി കാണിച്ചു എന്നാണ് എൻ്റെ ചോദ്യം. ആരോ പറയാൻ മടി കാണിച്ചു എന്നാണ്? താങ്കൾക്ക് ഇപ്പൊ പറയാമായിരുന്നല്ലോ, ഇങ്ങനെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ട് എന്ന് അന്ന് പറയാനൊരു വിമുഖത കാണിച്ചത് എന്തുകൊണ്ടാണ്? 4 വർഷം മുൻപാണ് 2001-ലും 2006-ലും VD സതീശൻ ഈ RSS-നെ ശക്തമായിട്ട് എതിർക്കുന്ന VD സതീശൻ RSS-ന്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ അന്ന് ഈ വാദം ഉന്നയിച്ചത്. 2022-ലാണ് ഞാൻ ഈ വിഷയം ഉന്നയിക്കുന്നത്. അന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ്, അന്ന് ആ ചർച്ച വിവാദമാക്കിയത് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. അന്ന് ഉന്നയിച്ച കാര്യമാണ് ഞാൻ. 2 കാര്യമാണ് ഉന്നയിച്ചത്. 2006-ൽ VD സതീശൻ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തു. 2001-ലും 2006-ലും എറണാകുളത്തെ ഒരു പ്രമുഖ നേതാവിനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. സഹായിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സഹായം അഭ്യർത്ഥിച്ചു. ഈ സഹായം അഭ്യർത്ഥിക്കൽ ഇതിനു മുമ്പ് പലപ്പോഴും നടന്നിട്ടുണ്ട്. VD സതീശൻ്റെ മുൻഗാമികൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൗതുകമായിട്ടും തോന്നിയിട്ടില്ല, അത് പറയേണ്ടതാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഞാനെന്തോ RSS-നെ കൊടിൽ കൊണ്ട് പോലും തൊട്ടിട്ടില്ല എന്നായിരുന്നു അന്നും ഇന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെയല്ലേ VD സതീശൻ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞത്? മാധ്യമങ്ങളുടെ മുൻപാകെ ഇന്നലെ വന്നിട്ടാണ് സതീശൻ 2006-ൽ പങ്കെടുത്തു എന്ന് പറഞ്ഞത്. അതിനു മുൻപ് സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഞാൻ അങ്ങനെ ഒരു പരിപാടിയിൽ പോയിട്ടേ ഇല്ല എന്നായിരുന്നു. 2006-ൽ അങ്ങനെ ഒരു പരിപാടിയിൽ പോയിട്ടേ ഇല്ല എന്ന് ആവർത്തിച്ചാണ് ഇട്ട് പറഞ്ഞ ഒരാളാണ് VD സതീശൻ. എന്താ ഇന്നലെ മാറ്റി പറഞ്ഞത്? ഇന്നലെ മാറ്റി പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞത് അതൊരു സെമിനാറാണ്, സംവാദമാണ്, ബാക്കി എല്ലാവരും പോയിട്ടില്ലേ? അത് തന്നെ ഞാനും പറഞ്ഞോളൂ. സംവാദമാണ്, സെമിനാറാണ്, ബാക്കിയുള്ളവരും പോയിട്ടുണ്ട്. അപ്പോൾ സതീശൻ എന്തിനാണ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നുണ പ്രചരണം നടത്തിയത്? പ്രതിപക്ഷ നേതാവിൻ്റെ ഡിഗ്നിറ്റിയെ കുറയ്ക്കുന്ന തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറിയത് എന്തിനായിരുന്നു? അന്ന് മുതൽ ഇന്ന് വരെ 2022-ൽ ഫോട്ടോ അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇങ്ങനെ ഇത്തരം RSS നേതാവിനെ കണ്ടു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? അല്ല, ഇപ്പോൾ അത് ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ചോദിക്കാം ഞാൻ. എന്തെങ്കിലും ഇല്ലല്ലോ. ഇപ്പം ഞാൻ നോക്കൂ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഈ കണ്ടു എന്ന് പറഞ്ഞത് എന്നോട് ആ നേതാവ് തന്നെയാണ്. എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറഞ്ഞിട്ട് വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അതെ, ഇവിടെ നമുക്ക് സാഹചര്യങ്ങൾ അതിനെ സാധൂകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. UDF അല്ലെങ്കിൽ കോൺഗ്രസ് അതിനു മുൻപ് RSS-വുമായിട്ട് സഹകരിച്ചിട്ടില്ലേ? BJP-യുമായിട്ട് സഹകരിച്ചിട്ടില്ലേ? ഇതാണ് ചോദ്യം. അതാണ് പറഞ്ഞത്, സാഹചര്യങ്ങൾ സാധൂകരിക്കുന്നുണ്ടോ? ചരിത്രം സാഹചര്യങ്ങൾ സാധൂകരിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ കൊലീബി സഖ്യം എന്ന് CPM ഒക്കെ ആക്ഷേപിക്കുന്ന സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? UDF-ന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ LDF-യുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലെന്നാണ് UDF-ന്റെ ആരോപണം. അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാനല്ല ഇപ്പോൾ വെളിപ്പെടുത്തിയത്. 2022-ൽ വെളിപ്പെടുത്തിയ ആ വിഷയം പിണറായി വിജയൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ ഇടുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം VD സതീശനാണ് ഈ കേരളത്തിൽ 10-13 സീറ്റുകളിൽ BJP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കി എന്ന ഒരു വിവാദം കൊണ്ടുവന്നത്. അതിന് മറുപടിയായിട്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ
ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ ഈ 2001 2006 ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് വി ഡി സതീശൻ മറുപടി പറയണം എന്നുള്ള വാദം കൊണ്ടുവന്നത് അല്ലേ? വി ഡി സതീശനാണ് ഇതിന് ഉത്തരവാദി. ഈ വിഷയം, ഈ വിവാദം കുത്തിപ്പൊക്കിയതിന് ഉത്തരവാദി വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ പക്വതയില്ലായ്മയാണ്. വി ഡി സതീശന്റെ ധിക്കാരവും അഹങ്കാരവുമാണ്. അതല്ലാതെ ഈ വിവാദം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഈ ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ആ ഡീൽ എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടുവന്ന് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് വി ഡി സതീശനാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് വി ഡി സതീശനാണ്, ഞങ്ങളാരുമല്ല. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് പിണറായി വിജയൻ പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് എനിക്കതിൽ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. സതീശൻ ഇതിന് മറുപടി പറയുന്നത് താങ്കൾ ഒരു തട്ടിപ്പുകാരനാണ്, അങ്ങനെയാണ് പറവൂരിൽ താമസിക്കുന്നത്, കോൺഗ്രസ് വിരുദ്ധനാണ്, അങ്ങനെ കുറെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ തട്ടിപ്പ് കേസ്? അല്ല, തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ പേരിൽ 2006 ഞാൻ 2007 മുതലാണ് പറവൂർ താമസിക്കുന്നത്. ഞാൻ അതിനു മുൻപ് താമസിച്ചിരുന്നത് പറവൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ. വി ഡി സതീശനൊക്കെ പറവൂർ നിയോജക മണ്ഡലത്തിലേക്ക് വരുന്നതിന് മുൻപ്, വി ഡി സതീശൻ ഒരു പക്ഷേ പറവൂരിൽ നിന്ന് കേൾക്കുന്നതിന് മുൻപ് പറവൂർ നിയോജക മണ്ഡലത്തിൽ, അന്ന് വടക്കേക്കരയാണ് ആ നിയോജകമണ്ഡലം, പിന്നീട് അത് പറവൂർ നിയോജകമണ്ഡലമായി. ആ പറവൂർ നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ജനിച്ചത് 1968 68 മുതൽ 2007 വരെ ഞാൻ ജീവിച്ചത് തന്നെയാണ്. പറവൂർ നിയോജക മണ്ഡലത്തിൽ ഈ പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ എവിടെ നിന്ന് ഓടി വന്നു എന്നാണ് സതീശൻ പറയുന്നത്. ഇനി ഒന്ന്. രണ്ട്, ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിലൊരു കേസുണ്ട്, ഞാനത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. ആ കേസ് ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കേസ് എന്താണ്? ഞാൻ വാങ്ങിയൊരു സ്ഥലം, എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു സ്ഥലം. ആ സ്ഥലം എനിക്ക് ഭാര്യയുടെ വിഹിതമായിട്ട് സ്ഥലം പറവൂർ ടൗണിൽ കിട്ടിയപ്പോഴും ഞാൻ അവിടെ വീട് വയ്ക്കാൻ തീരുമാനിച്ചു. വീട് വയ്ക്കണമെങ്കിൽ പിന്നെ ഈ സ്ഥലം വിറ്റാലേ പറ്റൂ എന്നുള്ള സാമ്പത്തിക പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ ആ സ്ഥലം വിൽക്കാൻ എനിക്ക് ഈ സ്ഥലം വാങ്ങി തന്ന ബ്രോക്കർമാരെ തന്നെ ഏൽപ്പിച്ചു. ആ ബ്രോക്കർമാരെന്ത് ചെയ്തു വെച്ചാൽ ഈ സ്ഥലം കൊടുങ്ങല്ലൂരുള്ളൊരു വ്യക്തിക്ക് മുക്തിയാർ കൊടുക്കാൻ പറഞ്ഞു എന്നോട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം കൈമാറ്റം ചെയ്ത് ഇവർ ഏറ്റെടുക്കുകയും ഇവർക്ക് മറച്ചു വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥലം അവർക്ക് മുക്തിയാർ കൊടുക്കുന്നു. മുക്തിയാർ കൊടുത്ത ആ സ്ഥലത്തിനെ സംബന്ധിച്ച് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ബ്രോക്കർമാർ ഈ സ്ഥലത്തിന് ഞാൻ പറഞ്ഞ വില ആയിട്ട് മുന്നോട്ട് വയ്ക്കാൻ തയ്യാറല്ല. അത് വിലയിൽ എനിക്ക് തൃപ്തികരമായ ഒരു മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് തരില്ല എന്നുള്ള, അത്രയും വിലയില്ല എന്നൊക്കെ ഇവർ പറയാൻ തുടങ്ങിയപ്പോൾ എന്നെ പറ്റിക്കും. ഞാൻ മുക്തിയാർ കൊടുക്കുകയും ചെയ്തു. എന്നെ പറ്റിക്കുമോ എന്നൊരു ഭയം വന്നപ്പോൾ ഞാൻ മുക്തിയാർ ക്യാൻസൽ ചെയ്തു. മുക്തിയാർ ക്യാൻസൽ ചെയ്തപ്പോൾ അവരുടെ കച്ചവടം മുടങ്ങി അയാളുമായിട്ടുള്ള. അപ്പോൾ ഞാൻ അവരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു കേസ് എന്നെ കക്ഷിയാക്കിക്കൊണ്ട് ഈ ബ്രോക്കർ കൊടുത്തു. ഇതാണ് ഞാൻ നടത്തിയ തട്ടിപ്പ് കേസ്. എൻ്റെ സ്ഥലം മുക്തിയാർ കൊടുത്തത് ക്യാൻസൽ ചെയ്തതിൻ്റെ കേസാണ് തട്ടിപ്പ് കേസ്. വി ഡി സതീശൻ പറയുന്നത് തട്ടിപ്പ് കേസ്. എൻ്റെ പേരിൽ ആ കേസുണ്ട്. ആ കേസിൻ്റെ സിവിൽ കേസ് നടന്നു. ആ സിവിൽ കേസിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു. ക്രിമിനൽ കേസ് ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിധി വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എനിക്കെതിരെ ആ കേസുണ്ട്. സതീശനെതിരെയുള്ള കേസോ? കേൾക്കണ്ടേ? സതീശനെതിരെയുള്ള കേസ് എന്താണ്? ഒന്നാമത്തെ കേസ് സതീശന്, ഇപ്പോൾ എനിക്കെതിരെ ലൈംഗികാരോപണമൊന്നുമില്ല. സതീശനെതിരെ ലൈംഗികാരോപണമുണ്ട്. ഉന്നയിച്ചത് സതീശൻ്റെ സഹപ്രവർത്തകനായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ ഭാര്യയാണ്. ഞാൻ ഇനി അത് അത്രയും അവിടെ അവസാനിപ്പിക്കും. കാരണം ആ കുടുംബത്തുമായി ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. വീഡിയോ ഉള്ളതാണ്. ആ സ്ത്രീയുടെ ആ വീഡിയോ സമൂഹബന്ധത്തിൽ പ്രചരിച്ചതാണ്. അതിനെ വ്യക്തിപരമായിട്ട് ആദരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ തപ്പിയെടുത്ത് ഞാൻ തരാം. ഒന്നാമത്തെ കാര്യം, എൻ്റെ പേരിലൊരു ലൈംഗികാരോപണമൊന്നുമില്ല. ലൈംഗികാരോപണം നേരിട്ട നേതാവ് സതീശനാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, സതീശനെ സംബന്ധിച്ചില്ല പുനർജനി തട്ടിപ്പ് വന്നത്. അതിന് വിജിലൻസ് അന്വേഷണം നടന്നില്ലേ? ആ വിജിലൻസ് അന്വേഷണത്തിൽ സത്യത്തിൽ എന്താണ് വിജിലൻസ് കണ്ടെത്തി? വിജിലൻസ് പറഞ്ഞത് ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയം വിദേശ രാജ്യങ്ങളിൽ പോയി പണം പിരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, സെൻട്രൽ ഏജൻസി അന്വേഷിക്കേണ്ടി വരും. ആ ഒരു നിർദ്ദേശമാണ് DSP കൊടുത്തതെന്നാണ് ഈ കേസിൻ്റെ പുറകെ നടന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ തമ്മിലുള്ള ഒക്കച്ച ഡീലാണോ? അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതാണ്. പുനർജനി തട്ടിപ്പിൽ ആരോപണ വിധേയനായത് ഞാനല്ല, വി ഡി സതീശനല്ലേ. മൂന്നാമത്തെ കേസ് ഞാൻ പറയാം. ഇപ്പം നിലവിൽ കേരള ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. ആ കേസ് എന്താണെന്നറിയാമോ?
സതീശൻ പ്രവർത്തനത്തിലേക്ക് വന്ന അതേ സാഹചര്യത്തിൽ സതീശനെ പോലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാൾ അയാളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കേസുണ്ട്. സതീശനും സതീശന്റെ അനുജനും കൂടിയും ചേർന്ന് കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ FIR കോപ്പി ഉണ്ട്. ഞാൻ അതിലേക്ക് തരാം, ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് തരാം. FIR കോപ്പി ഉണ്ട്. ആ FIR എഴുതിയിരിക്കുന്നത് സതീശനും സതീശന്റെ അനിയനും ചേർന്ന് കൊട്ടേഷൻ കൊടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. പോലീസ് പ്രതികളെ ഹാജരാക്കിയപ്പോൾ ഈ പ്രതികൾ വ്യാജ പ്രതികളാണ്, സതീശന് വേണ്ടി ഹാജരാക്കിയ പ്രതികളാണ്, ഇവരല്ല ഒറിജിനൽ പ്രതികൾ. അതുകൊണ്ട് ഈ കേസ് അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ പോലെ CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അയാൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ കേരള സർക്കാർ CBI അന്വേഷണത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുത്തു എന്നായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. മിനിഞ്ഞാന്ന് അതിൻ്റെ കേസ് വിസ്താരം നടന്നു നമ്മുടെ ഹൈക്കോടതിയിൽ. ചിലപ്പോൾ CBI അന്വേഷണത്തിന് വന്നേക്കാൻ വരാതിരിക്കാം, അത് വരട്ടെ. ഈ കൊട്ടേഷൻ കൊടുക്കുന്ന പണി അറിവുണ്ടായിട്ടില്ല. അപ്പോൾ ആരാണ് തട്ടിപ്പ് വീരൻ, ആരാണ് തട്ടിപ്പ്, നുണ പറഞ്ഞത് ആരാണ്, ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ളതല്ലേ. കാപട്യത്തിന്റെ ആൾരൂപമാണ് VD സതീശൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കേണ്ട. കാരണം VD സതീശൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? വർഗീയവാദികളുടെ ഒരു ഒട്ടും എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞിരുന്നോ? ജമാഅത്ത് ഇസ്ലാമി ആരുടെ കൂടെയാ? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്ത് VD സതീശനാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ജമാഅത്ത് ഇസ്ലാമിക്ക്? SDPയുടെ സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാ? ആരുമായിട്ടാ ഡീല്? എന്താണെന്നാ താങ്കൾ കരുതുന്നത്? മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ആരുടെ സമ്മർദ്ദം കൊണ്ടാ? അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരുടെ സമ്മർദ്ദം? മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. മുസ്ലിം ലീഗ് പിൻവലിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാ? VD സതീശൻ എന്തായാലും മറുപടി പറയാനുള്ളത്? തള്ളിപ്പറഞ്ഞോ VD സതീശൻ? നിലപാടിന്റെ രാജകുമാരൻ എന്ന് പറയുന്ന ആള് തള്ളിപ്പറഞ്ഞോ? അതുകൊണ്ട് പറഞ്ഞ കാപട്യമാണ്. കഴിഞ്ഞ 4 വർഷം ഞാൻ പരിപാടി പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആള് മിനിഞ്ഞാന്ന് ഇപ്പോൾ സമ്മതിക്കേണ്ട സ്ഥിതി വന്നില്ലേ? കാപട്യങ്ങളുടെ രാജകുമാരനാണ്, നിലപാടിന്റെ രാജകുമാരനല്ല VD സതീശൻ. ഈ RSSുമായിട്ട് തെറ്റാനുള്ള കാരണം? RSSുമായി തെറ്റുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ നോക്കൂ, ഈ RSS എല്ലാവരെയും ഒരേപോലെ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, അത് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരുടെ ഒരേ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഒരു നരേറ്റീവിൻ്റെ പരിണത ഫലമാണിത്. അവരുണ്ടാക്കിയ നരേറ്റീവ് എന്താ? RSS ഉൾപ്പെടെയുള്ള ഈ സംഘപരിവാർ സംഘടനകൾ മുസ്ലിങ്ങളെ കൊന്നു തിന്നാനിരിക്കുകയാണ്, ഞങ്ങൾ ആണ് നിങ്ങളെ രക്ഷിക്കാനുള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു ഫിയർ, ഒരു ഭയപ്പാട് ആസൂത്രിതമായി സൃഷ്ടിച്ച് മുസ്ലിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു ബിംബമായിട്ട് അവർക്കെതിരായി നിൽക്കുന്നൊരു ഒരു സംഘടനയായിട്ട് RSSനെ ചിത്രീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് കിട്ടാൻ എന്ത് വേണം? RSSനെ അടിക്കണം. ആരാണ് കൂടുതൽ ശക്തമായിട്ട് അടിക്കുന്നത് അവർക്ക് മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കും എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇവർ ആസൂത്രിതമായി സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ സതീശന് RSSന്റെ കൂടെ നിന്നാൽ മുസ്ലിം വോട്ട് കിട്ടില്ല. ഇപ്പോൾ ആവശ്യം മുസ്ലിം വോട്ട് കിട്ടലാണ്. RSSന്റെ വോട്ട് കിട്ടാൻ നിവൃത്തിയില്ല. കാരണം RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് കേരളത്തിൽ മാറി. പഴയ അന്തരീക്ഷമല്ല. 2000-3000 വോട്ട് കിട്ടുന്ന അന്തരീക്ഷമല്ല. ഇപ്പോൾ 30,000-35,000 വോട്ട് കിട്ടുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ RSSുമായിട്ട് സഹകരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ RSSന്റെ കൂടെ നിന്നാൽ കാര്യമില്ല. മുസ്ലിം വോട്ട് കിട്ടണം. മുസ്ലിം വോട്ട് കിട്ടാൻ RSSനെ തല്ലണം. ആ ഒരു കാരണം മാത്രമാണോ RSSുമായി? അതല്ലാതെ എന്ത് കാരണം? ഒരു കാരണവുമില്ല. കാരണം ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന കാര്യങ്ങളെ VD സതീശൻ കാപട്യത്തോടെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ആ നിലപാടല്ല മുസ്ലിം സംഘടനകളോടോ ക്രൈസ്തവ സംഘടനകളോടോ സതീശൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. പറവൂരിൽ തന്നെ വ്യാപകമായ ചർച്ചയ്ക്ക് നിയമസഭയിൽ തന്നെ വഴിതെളിയിച്ച വിഷയമാണ് പറവൂർ താലൂക്കിലെ വടക്കേക്കര, ചിറ്റാറ്റുകര, ചേന്നമംഗലം പഞ്ചായത്തുകളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം സംഘടനയുടെ പ്രവർത്തകരുടെ ഒരു പ്രചരണം നടന്നു. വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ടുള്ള ഗ്ലോബൽ വിസ്റ്റം എന്നെന്തോ പറഞ്ഞിട്ടുള്ളൊരു സംഘടന. അത് ആ പ്രചരണത്തിൽ തെറ്റായ രീതിയിലുള്ള ചില പ്രചരണങ്ങൾ അവർ വീടുകളിൽ കയറി പറഞ്ഞു. പല വീടിൻ്റെയും ചുമരുകളിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന ഏരിയയാണത്.
നിങ്ങൾ ഈ ദൈവത്തിലല്ല, യഥാർത്ഥ ദൈവം അള്ളാഹു ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം അവർ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ നാട്ടുകാർ വലിയ തോതിൽ റിയാക്ട് ചെയ്തു. ഇവരെ എല്ലാവരെയും പിടിച്ച് നാട്ടുകാർ പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് ഇവർക്കെതിരെ 153 ചാർജ് ചെയ്തിട്ട് 27 പേർ റിമാൻഡ് ചെയ്തു. 27 പേരെ. സതീശൻ നിയമസഭയിൽ അവർക്ക് വേണ്ടിയാണ് വാദിച്ചത്. അന്ന് പിണറായി വിജയനെതിരെ സതീശൻ ഉന്നയിച്ചു RSSകാരെ നിങ്ങൾ സഹായിക്കുകയാണെന്ന്. അന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു, തെറ്റായ രീതിയിലുള്ള പ്രചരണം, മതപ്രചരണം നടത്തുന്നത് വർഗീയ കലാപം ഉണ്ടാക്കും, ഇവർ ചെയ്തത് ആ വർഗീയ പ്രചരണമാണ്. അപ്പോൾ സതീശൻ ആരുടെ കൂടെയായിരുന്നു? അപ്പോൾ സതീശൻ്റെ ഇത്തരം നിലപാടുകൾ, ക്ഷേത്രങ്ങളോടുള്ള നിലപാട്, ഈ പറയുന്ന മതതീവ്രവാദത്തോടുള്ള നിലപാട്, ഈ നിലപാടുകളൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്തു. അതോടെ RSSുമായിട്ടുള്ള അകൽച്ച തുടങ്ങി. ഇപ്പം ഈ CPM ആരോപിക്കുന്നത് പോലെ RSSും കോൺഗ്രസും തമ്മിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലുമൊക്കെ? ഡീൽ എന്ന് പറഞ്ഞാൽ RSSന് ഒരു ആരുമായിട്ട് ഡീലില്ല. RSS ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല. അതല്ല ഡീൽ എന്താ? പക്ഷെ വോട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് വോട്ടായി മാറാം. അല്ല, വോട്ട് അഭ്യർത്ഥിച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ. സഹായിക്കണമെന്ന് പറഞ്ഞു. സഹായിച്ചു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. സഹായിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട് സഹായിക്കണമെന്ന് പറയുന്നില്ലേ? സുകുമാരൻ നായരെ കാണുമെന്ന് പറയുന്നത്, അരമനകളിൽ പോകുന്നില്ലേ? BJP ആയിട്ടും ഒരു ഡീലും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് BJP ഡീൽ അല്ല, ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. കോലീബി സഖ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡീലായിരുന്നു എന്ന് BJP തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിലുണ്ട്. ഞാൻ ഇനി അതിന് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് കോലീബി സഖ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവർത്തിച്ചപ്പോൾ കോലീബി സഖ്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആര്? പിണറായി വിജയൻ. അല്ല, പിണറായി വിജയനെ ഇപ്പോൾ പറയുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വാദത്തിന് വേണ്ടി പറയുന്നു എന്നല്ലാതെ അതിലർത്ഥമില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെ ട്രയാങ്കുലർ കണ്ടസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ നമ്മളെ മറന്നു പോകരുത്. ആ ഡീലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്. കാരണം കോൺഗ്രസ് ഇങ്ങനെ ഇല്ല എന്ന് VD സതീശൻ പറയുമ്പോൾ തിരിച്ചുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വരുമല്ലോ, സ്വാഭാവികം. അല്ല, ഈ പറയുന്ന തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണല്ലോ. ഞാനതിനെ നിഷേധിച്ചില്ലല്ലോ. അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സഹകരണം തെറ്റില്ല എന്നും പറയുന്ന ഒരാളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ട് യാതൊരു ധാരണയും BJPയും അത് BJPക്കാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ BJPയുടെ ഒരു വക്താവല്ല. ഞാൻ BJPയുടെ വക്താവ്. ഞാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രം പറഞ്ഞു. അല്ല, അത് അങ്ങനെ ഉണ്ടെന്നത് എല്ലായിടത്തും ശക്തമായ മത്സരങ്ങളിൽ നടക്കുന്നത്. BJP ഭരിക്കാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടിയാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞത്. കേരളത്തിലൊരു മാറ്റം വരാൻ പോവുകയാണെന്ന് അവർ പറഞ്ഞല്ലോ. 35ഓളം സീറ്റുകൾ അവർ പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുള്ള കണ്ടസ്റ്റുകൾ അവർ നടത്തുകയും ചെയ്യല്ലേ. ഈ CPM RSS ഡീൽ ഉണ്ടെന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? CPM അല്ല, ഞാൻ പറഞ്ഞ ഡീലിനെ കുറിച്ചൊന്നും ഞാൻ പറയാം. ഡീലുണ്ട് ഇവർക്ക് തമ്മിൽ. ആരൊക്കെ തമ്മിൽ? SDPIയും CPM തമ്മിൽ ഡീലുണ്ട്. SDPIയും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും ഇവരൊക്കെ തമ്മിൽ ഡീലുണ്ട്. വർഗീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ, മതതീവ്രവാദ ശക്തികളുമായിട്ട് ഇവർക്ക് നല്ല ഡീലാണ്. ഞാൻ ചോദിക്കട്ടെ, സമസ്തയുടെ ഇവർ ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, സമസ്തയുടെ ഉത്തരവ് വന്നില്ല ഇപ്പോൾ? എന്താ? സ്ത്രീകൾ പൊതു സീറ്റ് മത്സരിക്കുന്നതിന് എതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിലപാടിൻ്റെ രാജകുമാരന്? ഉണ്ടോ? പിണറായി വിജയന് വല്ലതും പറയാനുണ്ടോ? പറയുമോ? ഇത് മറിച്ചൊന്ന് നോക്ക്. നിങ്ങൾ ഒരു ചിദാനന്ദപുര സ്വാമിയാണിത് പറഞ്ഞെങ്കിലോ, ഹിന്ദു സ്ത്രീകൾ പൊതുരംഗത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കരുത്, മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളടക്കം വേട്ടയാടില്ലേ? നിങ്ങൾക്കെന്താ മിണ്ടാത്തില്ല? നിങ്ങൾക്കെന്താ മിണ്ടാത്തോട്ടകത്ത്? ഈ കാപട്യമാണ് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും വെച്ച് പുലർത്തുന്നത്. ഈ കാപട്യമാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം വളരെ, ചിദാനന്ദപുര സ്വാമി മാത്രമല്ല, ഒരു ബിഷപ്പ് പറഞ്ഞാലും മതി. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയൊക്കെ മാധ്യമങ്ങൾ അന്ന് വലിയ തിട്ടൂരമിറക്കിയതാണ് അല്ലേ? വിചാരണ ചെയ്തതാണ് അന്നത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ മുഴുവൻ. ഇന്നും ആ വിചാരണ തുടരുന്നുണ്ട്. ഒരക്ഷരം മാധ്യമങ്ങൾക്ക് മിണ്ടാനുണ്ടോ? ഒരക്ഷരം ഈ പറയുന്ന CPM നേതാക്കളും കോൺഗ്രസിനും മിണ്ടാനുണ്ടോ? എത്ര കഷ്ടമാണെന്ന് നോക്കൂ. ഈ നൂറ്റാണ്ടിലും സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന മത നേതൃത്വത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിന്ന് വിലപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന് വന്നു എന്ന് പറഞ്ഞാൽ എന്ത് കേരളമാണെന്ന് പറയുന്നത്? പ്രബുദ്ധ കേരളോ? ഇത് കേരളമാണെന്ന് പറയുന്നത് നാണമല്ലേ ഇവർക്ക്? സത്യത്തിൽ നാണമല്ലേ ഇവർക്ക്? ഇതൊക്കെ ഇത്തരം കാപട്യങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ വർഗീയവാദികൾ എന്ന് വിളിക്കും അല്ലേ?
ഈ കോലീബി സഖ്യം പോലെ ഒരു രഹസ്യധാരണ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അല്ല, എനിക്കറിയില്ല. അങ്ങനെയുള്ള ധാരണ എവിടെയും കൂടി ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരസ്യമായിട്ട് കാണണം. എൻ്റെ അറിവിലില്ല. പിന്നെ അങ്ങനെ ഉണ്ടോയെന്നുള്ളത് കോൺഗ്രസിനോടും ലീഗിനോടും BJP-യോടും ചോദിച്ചാൽ അറിയാൻ പറ്റും. എനിക്കറിയില്ല. ഞാനതിന് ഉത്തരം പറയേണ്ട ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. എനിക്കതിന് ഉത്തരം പറയാനെന്ന് ഓർത്തില്ല. ഡിപ്ലോമാറ്റിക്കൽ ആയിട്ടുള്ള ആൻസർ ആണത്. എന്നാൽ പോലും അറിയാമല്ലോ ഇത്തരം ആളുകളെ കൂടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഒരാളും അവരുടെ ശക്തിയെ കുറയ്ക്കുന്ന തരത്തിലേക്ക് ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല, ഒരു ക്രോസ് വോട്ടിങ്ങിനും തയ്യാറാവില്ല, ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അവരുടെ മാക്സിമം വോട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് നടത്തുന്നത്.